ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണ പ്രൊഡക്റ്റ് പറഞ്ഞാൽ തലമുടിയിലെ രക്തയോട്ടം ഉണ്ടല്ലോ അത് കൂട്ടാനായിട്ടും പിന്നെ അതുപോലെ സ്ട്രെസ്സ് സ്ട്രെയിനൊക്കെ നമ്മൾ ജോബ് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രെസ്സ് കുറക്കാനൊക്കെ ആയിട്ട് ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്, അതായത് ഇലക്ട്രിക് സ്കാൽപ്പ് മസാജർ. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. ആമയുടെ ഒരു രൂപത്തിലൊക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ പറയാം. കാരണം ആ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ള കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ പവർ ബട്ടൺ വരുന്നത്. പിന്നെ അടിയിലായിട്ട് 4 കോമ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 4 ഈ മറ്റേ കാലുകളുമാതിരി കാണുന്നുണ്ടാവും. അത് നമുക്ക് എടുത്ത് മാറ്റാനും ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. മാത്രമല്ല നമുക്ക് തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹെയർ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ വർക്ക് ചെയ്യും. അതിനനുസരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യാം. 3 മോഡുകൾ വരുന്നുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളതാണ് സ്ലോ ആയിട്ടും പിന്നെ സ്പീഡായിട്ടും പിന്നെ സ്ലോ ആൻഡ് സ്പീഡ് രണ്ടും ഡുവലായിട്ടുള്ള മോഡുകൾ. അങ്ങനെ 3 മോഡാണ് വരുന്നത്. പിന്നെ പ്രധാനമായിട്ട് ചാർജ് ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ്. സാധാരണ മൊബൈൽ ചാർജിങ് ഒക്കെ നമുക്ക് സ്യൂട്ടാവും. ഇതിൻ്റെ കൂടെ ഒരു കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ടൈപ്പ് കേബിൾ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ കോമ്പ് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ കോമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 4 കോമ്പുകളാണ് വരുന്നത്. അത് നമുക്ക് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഹോളിൽ നമുക്ക് ഒരു ഹോളുമാതിരി ആയിരിക്കും ഒരു കുറ്റി, അതിൽ വെച്ച് കൊടുത്താൽ ഈ പറഞ്ഞ മാതിരി പഴയതുപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇത് ഈ പറഞ്ഞ മാതിരി വളരെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പരമാവധി വാട്ടറായിട്ട് വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഈ ഹെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ചെറിയ ഒരു സ്കാൽപ്പ് മസാജറാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും ഈ പറഞ്ഞ മാതിരി തലമുടിയുമ്പോൾ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് കയ്യിലും കാലിലൊന്നും കൊടുക്കണമെന്നില്ല. കാരണം സ്കാൽപ്പിനായിട്ട് വരുന്നതല്ല, ഒരു നേർത്ത ഭാഗമല്ലേ ഈ സ്കാൽപ്പിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് യൂസ് ചെയ്ത എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു സ്മൂത്തായിട്ടൊരു സാധനം ഇങ്ങനെ തലയുടെ മേലെ വെച്ച് കൊടുത്തൊരു അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ യാത്രയിൽ ട്രാവൽ ചെയ്യാനടക്കം നമുക്ക് എളുപ്പം ഈ പറഞ്ഞ മാതിരി ബാഗിലോ അതൊക്കെ അതായത് ഇട്ട് കൊടുത്തിട്ടുണ്ടാൽ, അതായത് ബാഗിലൊക്കെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, യാത്ര ചെയ്യാനും വളരെ എളുപ്പമാണ്. ചാർജ് കുത്തിവെക്കാൻ ടൈപ്പ് ചാർജറാണ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിലായിട്ട് ഇതാ കാണേണ്ട ഒരു ക്ലിപ്പുമായൊരു സാധനം. അപ്പോൾ അതൊരു സ്ലൈഡ് ചെയ്താൽ മതി, നമുക്ക് ഈസിയായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. 2 മണിക്കൂറാണ് ചാർജിങ് ടൈം വരുന്നത്. മാത്രമല്ല ഗ്രീൻ ലൈറ്റ് കത്തും ഫുൾ ചാർജ് ആയാൽ. അപ്പം അതിന് ശേഷം നമുക്ക് എന്ത് യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഇതിൻ്റെ മോഡുകളെ കുറിച്ചിട്ടാണ്. സ്ലോ മോഡ്, പിന്നെ സ്പീഡ് മോഡ്, പിന്നെ സ്ലോ ആൻഡ് സ്പീഡ് ഡുവൽ മോഡ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ബട്ടൺ, പവർ ബട്ടൺ ഈ മുകളിൽ കാണുക അമർത്തിയാൽ നമുക്ക് സ്ലോ മോഡിൽ വർക്ക് ചെയ്യും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ മാതിരി സെക്കൻഡ് ബട്ടൺ, അതായത് ആ സെയിം ബട്ടൺ തന്നെ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മോഡായ സ്പീഡ് മോഡിലായിരിക്കും വരിക. പിന്നെ നമുക്ക് മൂന്നാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ സ്ലോ ആൻഡ് സ്പീഡ് മോഡായിരിക്കും. അതായത് ആദ്യം സ്ലോ ആയിട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് സ്പീഡായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഒരു മോഡാണ് വരുന്നത്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, ഒരു ചെറിയ സൗണ്ടാണ്. നമുക്കിങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സൗണ്ട് നമുക്കിങ്ങനെ കേൾക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് തലയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ആ റൊട്ടേറ്റിങ്ങിൽ നമുക്ക് ഹെയർ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാനും പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈ പറഞ്ഞ മസാജ് ചെയ്തിട്ട് നമുക്കൊരു ജെൻറ്റിൽ മസാജാണ്, വളരെ നേരത്തെ ലെവലിലുള്ള മസാജാണ്, അധികം ഹാർഡായിട്ടല്ല. അതായത് വേദന ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു സ്കാൽപ്പ് മസാജറിന് 500 രൂപയാണ് വില വരുന്നത്. തിരൂര് ഗൾഫ് മാർക്കറ്റിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് നോക്കുക, ചിലപ്പോൾ അവിടെ കിട്ടും. അതല്ല പിന്നെ ഓൺലൈനിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഞാൻ പ്രധാനമായിട്ടും ഇതിൻ്റെ കാര്യമായിട്ട് വേറെ പേരൊന്നുമില്ല, ഇലക്ട്രിക് സ്കാൽപ്പ് മസാജർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് കുറേയൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓയിലൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രെസ്സ് കുറക്കാനും നല്ലൊരു സുഖമാണ് തലക്കൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ടൈം പറഞ്ഞാൽ രാത്രി ഒരു 10-15 മിനിറ്റോളം യൂസ് ചെയ്യാറുണ്ട്. കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ച, ഒരു മാസമായി. അപ്പോൾ ഞാൻ എന്നും യൂസ് ചെയ്യാറൊന്നുമില്ല, ഇടയ്ക്കൊക്കെയുള്ളൂ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഗുണം കിട്ടുന്നുണ്ടാവും. പിന്നെ ഹെയർ ലോസിങ് അനുഭവപ്പെടുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ഇലക്ട്രിക് സെൽഫ് മസാജർ 500 രൂപയുടെ 700 രൂപ 800 രൂപയുടെ ഒക്കെ ഉണ്ട്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. എല്ലാതും നല്ലൊരു ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഇപ്പോൾ ഇത് 500 രൂപ ഉണ്ട്. കുഴപ്പമൊന്നുമില്ലാത്തൊരു ക്വാളിറ്റിയിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺലൈനിലുള്ള പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല ഇത് ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്യേണ്ടതുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ചാർജ് ആവാൻ. പിന്നെ ഒരു യൂസിങ് ഒരു 5-6 ദിവസമൊക്കെ ഒരു 10-15 മിനിറ്റ് ഒരു ദിവസം വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് അനുഭവപ്പെടുന്നത് അതാണ്. പിന്നെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. എങ്ങനെയുണ്ട് ഇത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഹെയർ ലോസ് ഒക്കെ അനുഭവപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.